രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകൾ. മണിപ്പൂർ സംഭവം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ബിജെപിയോടുള്ള അനിഷ്ടം ലത്തീൻ അതിരൂപത പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. അതേസമയം സമദൂരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത്തവണയും NSS. നിലപാടുകൾ തുറന്നടിച്ചും പരോക്ഷമായി പറഞ്ഞുമാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പ് ദിവസം രംഗത്തെത്തിയത്. മണിപ്പൂർ വിഷയം കേരളത്തിലും പ്രതിഫലിച്ചേക്കുമെന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ശക്തമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്ററോട് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലിക്കാം, കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കമന്റ് പറയേണ്ട ആളല്ല. അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഒരുപാട് ചർച്ച ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ശരിദൂരം എന്നതാണ് നിലപാടെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നവർക്കാണ് വോട്ട്. സഭയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതടക്കം ചർച്ചയാകുമെന്നും യൂജിൻ പെരേര പറഞ്ഞു. ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ്. ജനങ്ങളൊക്കെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോടെ ശ്രമിക്കുന്നു. വാശിയേറിയ പോളിംഗാണ് നടക്കുന്നതെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ M. സൂസൈപ്പാക്കം പ്രതികരിച്ചു. നല്ല വാശിയിൽ എല്ലാവരും ചെയ്യാണ്. നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആൾക്കാരാണെന്നില്ല, അവരെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരെ എടുത്ത് അവർ തിരഞ്ഞെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പുതിയ ഭരണാധികാരികൾ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പ്രതികരിച്ചു. ജനാധിപത്യവും മതേതരത്വവും തുടരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നോ ഞങ്ങൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇന്നയാൾ വരണമെന്ന് ഞങ്ങൾ പറയല്ല. മണിപ്പൂർ വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം. കർശന സമദൂരം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSS. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ G. സുകുമാരൻ നായർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് സമദൂരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ജനാധിപത്യവും മതേതരത്വവും എന്ന താല്പര്യം സംരക്ഷിക്കണം എന്ന് ഉള്ള ഒരഭിപ്രായമുണ്ട്. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ടവകാശം നഷ്ടപ്പെടുത്തരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. 24 കോട്ടയം.